ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 21 റിവ്യൂ ആണ്. ആദ്യം തന്നെ നിങ്ങളോട് ആത്മാർത്ഥമായി ഒരു ക്ഷമ ചോദിക്കുകയാണ്. ഓരോ വർഷം കഴിയും തോറും എനിക്കിങ്ങനെ തിരക്കുകൾ കൂടുകയാണ്. തിരക്കുകൾ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തോ വലിയ ബിസിനസ് തിരക്കുകളാണ് എന്ന്. അങ്ങനെയൊന്നുമല്ല. നായ നടന്നിട്ട് കാര്യമില്ല, നായക്കിരിക്കാൻ നേരമില്ലെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് പല ദിവസങ്ങളിലും എനിക്ക്. എന്നിട്ട് അതിൽ ദുരന്തേശമായിട്ടുള്ള ഞാൻ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തു. ഇത്തിരി വൈകി എന്നുണ്ടെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തു. വീഡിയോ ഒരു 28 മിനിറ്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ 5 മിനിറ്റിൽ താഴെ മാത്രമേ ഓഡിയോ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എൻ്റെ കസരത്ത് മൊത്തം വേസ്റ്റ്. ഈ കുഞ്ഞൻ ഡിവൈസ് ചതിച്ചതാണ്. ഇതിൻ്റെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. ഈ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് ഗ്രാഫ് കാണാമെന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങോട്ട് കസരത്തെ അങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മളത് ശ്രദ്ധിക്കില്ല. അത്ര മിനിറ്റ് അത്ര സമയം ഞാൻ വെറുതെ ഇരുന്ന് പറഞ്ഞതുപോലായി. എനിക്ക് ആകെ മൊത്തത്തിൽ വിഷമായി. ഞാനതുകൊണ്ട് കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റൊരു സാധ്യതയുണ്ട്. ഈ സൈഡിൽ നിന്ന് നല്ല ഒരു ലൈറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് മൊത്തത്തിൽ വിഷ്വലിനൊക്കെ ഒരു കളറുള്ളത്. അത് പറയാൻ വേണ്ടിയല്ലല്ലോ വന്നത്. എപ്പിസോഡ് 21 റിവ്യൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് പറയാനുള്ളത് എപ്പിസോഡ് 21 എപ്പിസോഡുകൾ നമ്മൾ കണ്ടു. അത്രയധികം സമയമൊന്നും വലിയ ബാരിസായിട്ട് എനിക്ക് തോന്നുന്നില്ല. വലിയ കുഴപ്പമില്ലാത്ത എപ്പിസോഡുകളായിരുന്നു കഴിഞ്ഞ ഈ 21 എണ്ണം. അതിൽ ഒരെണ്ണം എനിക്ക് നല്ല രീതിയിൽ ബോറടിച്ചിരുന്നു. അതിനെക്കുറിച്ചിട്ട് ഞാൻ കൃത്യമായി അന്നത്തെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ ഒരു റിവ്യൂവിൽ കുറ്റം പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഹൈജീൻ ആയിരുന്നു ആ ഒരു വീഡിയോയിൽ പ്രധാനപ്പെട്ടതായി ഞാൻ പറഞ്ഞത്. ഈ ഹൗസിലുള്ള ആളുകളുടെ ആ ഒരു രീതികൾ, ആ ഒരു ഹൗസ് മൊത്തത്തിൽ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റുന്നില്ല. മൊത്തത്തിൽ ഒരു വൃത്തിയില്ലായ്മ. കൂടാതെ അവർക്കൊന്നും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വസ്ത്രം കൊടുക്കുന്നില്ല. എല്ലാ ഒരു യൂണിഫോം എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള വൃത്തിയില്ലാത്ത പരിപാടികളൊക്കെ കാണുമ്പോഴത്തേനും മൊത്തത്തിൽ ഒരു ചടപ്പാണ് എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ഈ ഒരു ഹൈജീൻ ചെക്ക് ചെയ്യലായിരുന്നു. ഒരു പ്രഹസനം പോലെയാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് വിട്ടത്. പക്ഷെ എന്നാലും ആര്യന്റെ ആ ഒരു പരിപാടി വിഷ്വൽ അടക്കം കാണിച്ചു കൊടുത്തത് വളരെ നന്നായി. പക്ഷെ ഇതൊന്നും വലിയ ഡാമേജ് ഉണ്ടാക്കില്ല. ഈ ആൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ഡാമേജ് ഉണ്ടാക്കില്ല. ആക്ച്വലി ഈ കഴിഞ്ഞ വർഷത്തെ ആ ഒരു തുമ്മലിനെക്കാട്ടിലും എനിക്ക് എന്നുള്ള ഫീല് തോന്നിയത് ഈ ആര്യൻ്റെ കറിക്കത്തി കൊണ്ടുള്ള ശൗര പരിപാടി കണ്ടപ്പോഴത്തേനാണ്. എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സംഗതിയാണെന്നുള്ളത്. അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷ്വൽ കണ്ട സമയത്ത് കണ്ടസ്റ്റൻസിന് ഒരു അറപ്പ് തോന്നിയിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അത് വലിയ പ്രശ്നമായില്ല. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് അനീഷ് എഴുന്നേറ്റ് നിന്നിട്ട് ഞാനത് കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പണി വാങ്ങിച്ച് കിട്ടിയത് വളരെ രസമുണ്ടായിരുന്നു. കണ്ടിട്ട് എന്താണ് ആരോടും പറയാത്തത്? ഏതെങ്കിലും ഒരു ചെറിയ സൂചി വീണ മുള്ളു കുത്തിയ കാര്യമാണെങ്കിൽ വൻ രീതിയിൽ അലമ്പുണ്ടാക്കിക്കൊണ്ടിരുന്ന അനീഷ് ഇത്ര വലിയൊരു കാര്യത്തെ, അതും ആര്യനെ പോലുള്ളൊരു ഗെയിമറിനെതിരെ എടുത്തിടാൻ പറ്റുന്ന ഒരു വലിയ കാര്യത്തെ ഉപയോഗിച്ചില്ല എന്നുള്ളത് സസ്പീഷ്യസ് ആണ്. എന്നിട്ട് ലാലേട്ടൻ വന്നപ്പോഴത്തേന് ഷോ കാണിക്കാനായിട്ട് അനീഷ് എഴുന്നേൽക്കുകയും ചെയ്തു. എന്തൊരു വൃത്തിയായിട്ട പരിപാടിയാണ്. അത് വിഷ്വൽ അടക്കം കാണിക്കുകയുണ്ടായി. ആര്യന് മൊത്തത്തിൽ ഒരു മോശം വീക്കായിരുന്നു. വളരെ മോശമായിട്ടുള്ള വീക്കായിരുന്നു. മൊത്തത്തിൽ ആളുകൾക്ക് ആര്യനോടുള്ള ഇഷ്ടം കുറേ അങ്ങ് പോയി എന്ന് എനിക്ക് തോന്നി ഈ ആഴ്ചയിൽ. ഇനി എപ്പിസോഡിലേക്ക് പ്രോപ്പറായി വന്നു കഴിഞ്ഞാൽ ഈ വീക്കെൻഡ് എപ്പിസോഡുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ആ ഒരു പ്രസൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു കോസ്റ്റ്യൂമും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്കും ഒക്കെയാണ്. ഇന്നലത്തെ എപ്പിസോഡിലും വിഭിന്നമായിരുന്നില്ല. ഗംഭീര ലുക്കിലാണ് ലാലേട്ടൻ വന്നത്. എന്താണെന്നറിയത്തില്ല, ഇപ്പോൾ ഭയങ്കരമായിട്ട് ഗ്ലാമർ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അതിൽ ആ ഒരു സൺഗ്ലാസ് ഷെയ്ഡ്സ് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡിൽ രാവിലെ 5 മണി മുതലുള്ള വിഷ്വൽസ് ആണ് കാണിച്ചത്. നെവിൻ ആര്യൻ്റെ റൈസിംഗ് സ്റ്റാർ ബാഡ്ജ് അടിച്ചു മാറ്റുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടത്. ആദ്യമായിട്ടൊന്നുമല്ല നെവിൻ ഈ ആര്യൻ്റെ സ്റ്റാർ അടിച്ചു മാറ്റുന്നത്. ഇത് 2ാമത്തെ തവണയാണ്. ആദ്യ തവണയും 2ാമത്തെ തവണയും ഒരേ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ആര്യൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തോ ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ കൊടുക്കാത്ത, അല്ലെങ്കിൽ ഒരു സാധനം മോഷ്ടിക്കുന്ന ഒരു മോശം സ്വഭാവം, ഇപ്പോൾ ആര്യൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരു സ്വഭാവം എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത്. ആക്ച്വലി ഇതൊരു ഗെയിമാണ്. അതിലെനിക്ക് വിഷമം തോന്നിയത് നെവിൻ ആ ഒരു ബാഡ്ജ് കൈവശപ്പെടുത്തിയിട്ടും നെവിന് പ്രിവിലേജുകൾ കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബാഡ്ജിലല്ലേ ഈ പ്രിവിലേജുകൾ ഇരിക്കുന്നത്? ആ പയ്യൻ വളരെ രസകരമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ അതിനകത്തൂടെ നടക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ചില ആളുകൾക്ക് ജിസേലിന് ഡ്രസ്സ് കിട്ടണം എന്നുള്ളതായിരിക്കും ആഗ്രഹം. എനിക്ക് പേഴ്സണലി നെവിന് അത് കിട്ടിയാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ട്. അതിനുശേഷം നമ്മുടെ ജയിൽ ടാസ്ക് ചെയ്യുന്ന ഒനിലിനെയും ജിസേലിനെയാണ് കാണിച്ചത്. ആക്ച്വലി അവർ ഇടയ്ക്ക് ഉറങ്ങിപ്പോയിരുന്നു. ഉറങ്ങിപ്പോവാതെ ഇങ്ങനെ മണിയടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ടൈം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഗ് ബോസ് ഇടയ്ക്ക് രാത്രിയിൽ എപ്പോഴെങ്കിലും ടൈം ചോദിക്കുമ്പോൾ കൃത്യമായി പറയാൻ പറ്റിയാൽ ജയിൽ ടാസ്ക് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇതൊരു കൊടൂരമായിട്ടുള്ള ടാസ്ക് ആയിരുന്നു. ആരെ കൊണ്ടും പറ്റത്തില്ലാത്തൊരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അവരത് കംപ്ലീറ്റ് ചെയ്ത് ഉറങ്ങിപ്പോയി. ഏതായാലും ബിഗ് ബോസ് അവരോട് ഒരു കനിവ് കാണിച്ചു. ഇപ്പോൾ തോന്നുന്ന ഒരു ഏകദേശം ടൈം പറയുക. കൃത്യം ടൈം പറയുന്ന പരിപാടി ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. കാരണം ബിഗ് ബോസിൻ്റെ ഷോ എങ്ങനെയാണല്ലോ. അപ്പോൾ അവരൊരു ഏകദേശം ടൈം പറഞ്ഞു. ഒരു 10:45 11 എന്നൊക്കെ പറഞ്ഞു. ഏകദേശം അത് കറക്റ്റ് ആയതുകൊണ്ട് അവർക്ക് ജയിൽ ടാസ്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റി. ഇതിനുശേഷം ആര്യൻ്റെ കരുക്കത്തി കൊണ്ടുള്ള ആ ഒരു ചെറിയ താടി ട്രിമ്മിങ് പരിപാടി നമ്മളെ കാണിച്ചു. അതിനുശേഷം ആ ചെങ്ങായി ആ കത്തി കഴുകുന്നത് കാണുമ്പോൾ തന്നെ അറിയാം അയാളുടെ ഒരു വൃത്തിയുടെ പരിപാടിയൊക്കെ.
ഒരു കത്തി കഴുകുന്നത് ഇങ്ങനെ ജസ്റ്റ് വെള്ളത്തിൽ കാണിച്ചിട്ട് കൊണ്ടുപോയി വെക്കുകയാണ്. അതിനുശേഷം ആ ഒരു കത്തി കൊണ്ട് ഭക്ഷണം സമോസ മുറിച്ച് ആളുകൾക്ക് കൊടുത്തു എന്നുള്ളത് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിനുശേഷം ഗംഭീരമായിട്ടുള്ളൊരു മഴ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് ആസ്വദിക്കാനായിട്ട് പറ്റി. അപ്പോൾ ആ ഒരു മഴയിൽ ആളുകൾ കബഡി കളിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒക്കെ നല്ല രസകരമായിട്ട് തന്നെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. ഈ വിഷ്വൽസ് ഒക്കെ കാണിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് ഇന്നലത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും ആ ഒരു പ്രസൻറ്റേഷനിലേക്ക് ലാലേട്ടൻ പ്രസൻറ്റേഷനിലേക്ക് വരുമ്പോഴത്തേന് ഹൈജീനാണ് ആദ്യഘട്ടത്തിൽ പ്രധാനപ്പെട്ടതായി സംസാരിച്ചത്. ആര്യനോട് തന്നെയാണ് എങ്ങനെയാണ് ഇവിടുത്തെ ഹൈജീൻ എന്നുള്ളൊരു കാര്യം ലാലേട്ടൻ ചോദിക്കുന്നത്. ഇപ്പോൾ ലാലേട്ടനോട് പൊതുവേ വൃത്തിക്കുറവാണ് ലാലേട്ട, ഫ്ലോറൊക്കെയാണ് മെയിനായിട്ടുള്ള ഇഷ്യൂ എന്നുള്ളത് ആര്യൻ പറയുന്നു. എന്നാൽ റെന ക്യാപ്റ്റൻ, ഫ്ലോർ ക്യാപ്റ്റൻ ആയിട്ടുള്ള റെന പറയുന്നത് ഹെയറൊക്കെ ഫുൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നത് കൊണ്ടാണ്. ബിന്നിക്കും ശാരികയ്ക്കും ഒക്കെ ഈ വൃത്തിയുടെ കാര്യത്തിൽ ചില അതൃപ്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആളുകളുടെ ഹെയർ വീഴുന്നു, അത് കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് യോജിക്കാൻ പറ്റുന്ന സംഗതിയാണ്. നമ്മളിൽ പല ആളുകളുടെയും വീട്ടിൽ തന്നെ അറിയാമല്ലോ, 1-2 ആളുകളുണ്ടെങ്കിൽ പോലും എന്തോ ഒരു ഹെയർ ഇങ്ങനെ വീണ് കിടക്കും. ഇപ്പോൾ ഈ ഹെയർ വീഴുമ്പോൾ ഉള്ള പ്രശ്നം ബാത്റൂമിലൊക്കെ വലിയ പ്രശ്നമാണ്. ഈ വെള്ളം ഒഴുകി പോകുന്ന ഇടത്തൊക്കെ ഈ ഹെയർ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും, പിന്നീട് ബാത്റൂം മൊത്തത്തിൽ അലമ്പാവും. അപ്പോൾ ഈ 18 പേരൊക്കെ ഉള്ളിടത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ട് അവർ നേരിടുന്നുണ്ടാവും. അതേപോലെ എനിക്ക് തോന്നുന്നു കാർപ്പറ്റ് ആയതുകൊണ്ട് ഇത് തൂക്കാനും വലിയ ചടങ്ങാണ്. അപ്പാനി കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പാനിയോട് ചോദിച്ചപ്പോൾ അപ്പാനി പറയുന്നത് കിച്ചണൊക്കെ നല്ല വൃത്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, വൃത്തിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ഷാനവാസിനോട് ചോദിച്ചപ്പോൾ ഷാനവാസ് ബാത്റൂം ക്യാപ്റ്റനാണ് എന്നുണ്ടെങ്കിലും യാതൊരുവിധ കംപ്ലൈൻറ്റുകളും അവിടെ നിന്ന് ഇതുവരെ ബാത്റൂമിൻ്റെ കാര്യത്തിൽ കേട്ടിട്ടില്ല എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു. പക്ഷേ ഷാനവാസും മനീഷും തമ്മിൽ കഴിഞ്ഞ ദിവസം അലമ്പുണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഷാനവാസ് ഉടായിപ്പാണ്, ഒരു പണി എടുക്കില്ല എന്നുള്ളത് വീണ്ടും മനീഷ് ഈ ഒരു വേദിയിൽ വെച്ചിട്ടും പറയുന്നു. അപ്പോൾ ആ ഒരു ഡസ്റ്റ്ബിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ഡസ്റ്റ്ബിൻ ഇങ്ങനെ പേപ്പറുകളിൽ നിറഞ്ഞൊരു സൈഡിൽ കിടക്കുന്നു, അതേപോലെ തന്നെ ആ ഒരു വേസ്റ്റ് ബാഗ് അവിടെ കിടക്കുന്നു. അതിൽ സരിക, കലാഭവൻ സരിക ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ഷാനവാസ് നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്തതാണ്, അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണെന്നൊക്കെ സരിക പറയുന്നു. ശൈത്യാണ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഈ ആഴ്ച വെസൽ ടീമുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ കേട്ടിരുന്നില്ല. ഇതിനുശേഷം എല്ലാ ആൾക്കാരെയും പുറത്താക്കി ലാലേട്ടൻ ഹൗസിൽ എൻ്റർ ചെയ്യുകയാണ്. ഒരു ചെറിയ ഇൻസ്പെക്ഷൻ, മറ്റേ സ്പൈക്കുട്ടൻ എന്നൊക്കെ പറയുന്ന ആ ഒരു റോബോട്ട് ഇറക്കണുണ്ടല്ലോ, അതുകൊണ്ടായിരുന്നു കൂടെ. അവിടെ ചെന്ന് ലാലേട്ടൻ മൊത്തത്തിലൊരു ഇൻസ്പെക്ഷനൊക്കെ നടത്തുന്നു. അവിടെ ഭക്ഷണം കഴിച്ചിട്ട് കഴുകാതെ വെച്ചിരിക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു, അത് കഴുകുന്ന ആ ഒരു ഏരിയയിലേക്ക് ഇടുന്നു. അതിനുശേഷം ബാത്റൂമൊക്കെ തുറന്നു നോക്കുന്നു. കുഴപ്പമില്ല, കാരണം ഇത്രയധികം ആളുകൾ ഉപയോഗിക്കുന്ന സ്ഥലമല്ലേ, കുഴപ്പമില്ല എന്നുള്ളൊരു മൂഡാണ് പുള്ളിക്കും കിട്ടിയത്. അതേപോലെ തന്നെ ബെഡൊക്കെ ഒന്ന് നോക്കുന്നു. അതിൽ ആര്യൻ്റെ ബെഡ് വളരെ മോശമായിട്ട് കിടക്കുകയായിരുന്നു. മൊത്തത്തിൽ ആ ഒരു കാര്യങ്ങളിൽ പലരും നല്ലൊരു ലേസിനെസ് കാണിക്കാറുണ്ട്. അതേപോലെ അവിടെ അലക്ഷ്യമായി കിടന്ന ഒരു വിങ്സ് എടുത്തുകൊണ്ട് പോകുന്നു. മറ്റേ അപ്പുറത്തിങ്ങനെ ഇടുന്നൊരു വൃത്തിയുടെ സാധനം ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് പോകുന്നു. അതേപോലെ തന്നെ നിവിൻ ഒളിപ്പിച്ച് വെച്ച ആ ഒരു ബാൻഡ് എടുത്തുകൊണ്ട് പോകുന്നു. അതിനുശേഷം വേദിയിൽ തിരിച്ചു വന്ന് മൊത്തത്തിൽ ഇതിനൊരു സ്കോർ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓരോ ആളുകൾ ഓരോ സ്കോർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ആവറേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-ൽ 3 അല്ലെങ്കിൽ 2.5 ഒക്കെയാണ് മൊത്തത്തിൽ അവർക്ക് കിട്ടുന്നത്. 18 പേര് താമസിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇത് വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു പക്ഷമാണ് ലാലേട്ടൻ ഉണ്ടായിരുന്നത്. ആ ഒരു വെസലിൻ്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഈ ഭക്ഷണം കഴിച്ചിട്ട് സ്വന്തം പാത്രം കഴുകി വെക്കുന്നത് നല്ലതാണ്, പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യാറുണ്ട്. നെവിൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച ഈ ഒരു കാര്യം ഹൗസിൽ പറഞ്ഞാണ്, നെവിൻ വെസലിൻ്റെ ആളായിരുന്ന സമയത്ത്. കാരണം എല്ലാവരും കഴിച്ചിട്ട് അവരുടെ പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ, പണി പെട്ടെന്ന് തീരും. പക്ഷെ അത് വൃത്തിയായിട്ട് ചെയ്യുന്ന ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ മൊത്തത്തിൽ കുളവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ ഇത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇത് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഡിസിപ്ലിൻ വരും, നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ വരും. അത് എല്ലാ കാര്യങ്ങളിലും, ഒരു വീടാകുമ്പോൾ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും കൂടെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു വേറെ രീതിയുണ്ട്. ഇപ്പോൾ ഇത് ചില ആളുകൾ അവരല്ലേ വെസൽ ടീം എന്ന് അവർ കഴുകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബോധപൂർവം ചില മോശം കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ചില കാര്യങ്ങളൊക്കെ ചില ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യുകയും എല്ലാത്തിലും എൻഗേജ്ഡ് ആവുകയും ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ അവർക്ക് തന്നെയാണ് ഗുണം. പക്ഷെ ആ ഒരു രീതിയിലേക്കൊന്നും ഹൗസിൽ വരില്ല, കാരണം ഇതൊരു ഗെയിമാണ്. ഏറ്റവും മോശം ബെഡ് ഉപയോഗിക്കുന്ന ക്യാപ്റ്റനായിട്ടുള്ള ആര്യനെ അവിടെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അപ്പോഴാണ് ലാലേട്ടൻ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന കത്തി കൊണ്ട് ഈ താടി മുറിച്ചിട്ട് ആ ഒരു കത്തി കൊണ്ട് സമോസ മുറിച്ച് കൊടുത്ത ആര്യൻ്റെ ആ ഒരു മോശം പ്രവൃത്തിയെക്കുറിച്ചിട്ട് ചോദിക്കുന്നത്. ലാലേട്ടൻ ഇങ്ങനെ കലിപ്പായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അനീഷ് ഇങ്ങനെ എന്തോ പറയാനായിട്ട് ഇങ്ങനെ ചാടി എഴുന്നേൽക്കാണ്. ലാലേട്ടന് നല്ല ദേഷ്യം വന്നു. എന്തോ പറയാൻ മുട്ടി നിൽക്കുവാണോ എന്ന് അനീഷിനോട് ചോദിക്കുന്നു. അതിനുശേഷം മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പറ എന്ന് പറയുന്നു. അനീഷിന് പറയാനുണ്ടായിരുന്നത് ഒരു ഭൂലോക മണ്ടത്തരായിരുന്നു. അനീഷ് എഴുന്നേറ്റ് എന്ന് പണി വാങ്ങിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞാനത് കണ്ടിരുന്നു ലാലേട്ടൻ. എന്നിട്ട് എന്നാ മിണ്ടാഞ്ഞത് എന്നുള്ളൊരു മറുചോദ്യം വന്ന സമയത്ത് മിണ്ടാത്തതൊരു കുറ്റമായിപ്പോയി, സോറി എന്ന് പറഞ്ഞു. ഈ സോറി പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാണോ? ഈ കുഞ്ഞു ഇഷ്യൂസൊക്കെ വലുതാക്കുന്ന അനീഷ് ആ ഒരു കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നുള്ളത് സ്ട്രെയിഞ്ചാണ്.
പിന്നീട് ആ ഒരു ബാൻഡിൻ്റെ കാര്യം ചോദിക്കുന്നു. ആര്യൻ അപ്പോൾ വീണ്ടും മറ്റേ പിണക്കത്തിലേക്ക് പോകുന്നു. ആര്യൻ അതൊരു വലിയ പിണക്കാണല്ലോ. അപ്പോൾ നെവിൻ അവിടെ ഒരു കള്ളനെ പോലെ നിരാശനെ പോലെ നിൽക്കുന്നു. അത് ഉപകാരപ്പെട്ടില്ലല്ലോ എന്നോർത്തിട്ട് എനിക്കും വല്ലാതായി. നെവിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചിട്ട് ഇന്നലത്തെ ആ ഒരു വസ്ത്രത്തെക്കുറിച്ചിട്ട് ലാലേട്ടൻ ചില കമൻസൊക്കെ പറഞ്ഞു. നമ്മുടെ അന്യൻ മൂവിയിലെ അമ്പീനെ പോലെയുള്ള ഒരു വസ്ത്രമാണ് നെവിൻ ഉപയോഗിച്ചത്, കൊള്ളായിരുന്നു. ഈ ശാരികയോട് കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തൂടെ, വലിയ ആളല്ലേ, ഹോട്ട് സീറ്റിലേക്ക് ഇരിക്കുന്ന ആളല്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതിന് ശേഷം അക്ബർ, ഒനിൽ, അഭിലാഷ്, അപ്പാന് ശരത്ത് എന്നിവരുടെ മോശം ഭാഷയെക്കുറിച്ചിട്ട് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. അതിൽ അക്ബറിൻ്റെയും ഒനിലിൻ്റെയും ഭാഷയെക്കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് തന്നെ ലാലേട്ടൻ എടുത്തു. ഈ കഴിഞ്ഞ ദിവസം എന്തോ ടാപ്പിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് അക്ബർ വല്ലാതെ പൊട്ടിത്തെറിച്ചിരുന്നു. അതിനു മുൻപ് ആ ഒരു ടാസ്കിൻ്റെ സമയത്ത് അനീഷിൻ്റെ അടുത്ത് പില്ല് പറയാൻ വേണ്ടി നോക്കി അനിമോളുടെ അടുത്ത് ചൂടായി. അങ്ങനെ എല്ലാ ആൾക്കാരോടും വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്ന അക്ബറിനെയാണ് കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കണ്ടത്. അപ്പോൾ ലാലേട്ടൻ ഈ ഒരു കാര്യത്തിൽ വൻ കലിപ്പായി, നല്ല കലിപ്പ് മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ അക്ബറിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. അക്ബറിന് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തത്. വീട്ടിൽ നിന്ന് ഉമ്മയുടെ ഫോൺ വന്നു. അപ്പം തങ്ങളുടെ മക്കൾ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത് ഏതെങ്കിലും അമ്മമാർക്ക് സഹിക്കുമോ? അമ്മമാർ ഇതൊക്കെ അറിഞ്ഞു, അവർക്ക് വിഷമമുണ്ട് എന്നുള്ളത് മക്കൾക്ക് സഹിക്കത്തില്ലാത്തതുകൊണ്ട് അക്ബർ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. തെറി പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഉമ്മയെ ഫോൺ വിളിക്കാമല്ലോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷം ഒനിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഒനിലിന് ആ ഒരു അവസരം ലഭിച്ചില്ല. അപ്പോൾ ഒനിലിൻ്റെ ഭാഷയെക്കുറിച്ചിട്ട് വിമർശനങ്ങൾ വന്നു. ഇതിന് ശേഷം ആളുകൾ ഈ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ട്, അവരുടെ ഭാഷയെക്കുറിച്ചിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തു. അതിൽ ആര്യനും അതേപോലെ തന്നെ റെനയും ഒനിലും അക്ബറും ഒക്കെ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒനിലിൻ്റെ ഭാഷയെക്കുറിച്ചിട്ടൊക്കെ കാര്യമായിട്ടുള്ള വിമർശനമുണ്ട്, ആര്യൻ്റെ ഭാഷയെക്കുറിച്ചിട്ട് വിമർശനമുണ്ട്. ഈ റെനെ എടി പോടി എന്നൊക്കെ വിളിക്കുന്ന ഒനിലിൻ്റെ ആ ഒരു അപ്രോച്ചിനോട് വലിയ വിമർശനമുണ്ട്. മൊത്തത്തിൽ ഹൗസിലുള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് പുറത്ത് സംസാരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ സൂചന കിട്ടി. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു വീഡിയോയിൽ. ലാലേട്ടൻ പ്രേക്ഷകരോട് കണ്ടസ്റ്റൻസിന് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. ഇതിനുശേഷം പണിപ്പുര ടാസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആയിരുന്നു. മറ്റേ ഒരു എക് ആൻഡ് എം എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. നല്ല ഭക്ഷണമാണോ മോശം ഭക്ഷണമാണോ എന്നൊക്കെ ഉള്ളത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ടാസ്ക്. അത് ഓരോ ആളുകളും എന്തൊക്കെയാണ് കഴിച്ചത്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഏകദേശ അനാലിസിസ് അവിടെ ഉണ്ടായിരുന്നു. ഒനിൽ കഴിച്ചത് ഉപ്പുള്ള ഫുഡായിരുന്നു. നമുക്കറിയില്ലല്ലോ ഉപ്പുള്ള ഫുഡായിരുന്നോ എന്നുള്ളത്, നമ്മൾ അത് കണ്ടില്ലല്ലോ. അനു കഴിച്ചത് കേക്കായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ്. അനീഷിനും അപ്പാനിക്കും പാവയ്ക്ക ജ്യൂസാണ് ലഭിച്ചത്. ജിസേലിന് തൈരാണ് ലഭിച്ചത്. നെവിന് വെജിറ്റബിൾ സൂപ്പാണ് കിട്ടിയത്. അങ്ങനെ ഓരോ ആളുകളുടേതും പറയുന്നുണ്ട്, ഞാൻ എല്ലാവരുടെയും എടുത്ത് പറയുന്നില്ല. ഇതിനുശേഷം ആനിമൽ ടാസ്കിനെ കുറിച്ചിട്ടാണ്, മറ്റേ മുഖംമൂടി വെച്ചിട്ടുള്ള ആ ഒരു ടാസ്ക്. അത് ചില ആളുകൾ ഗെയിം മനസ്സിലാക്കി കളിച്ചു, ചില ആളുകൾ ഗെയിം മനസ്സിലാക്കാതാണ് കളിച്ചത്. ഏതായാലും ഗെയിം മനസ്സിലാക്കാതെ കളിച്ചു എന്നുള്ള ഒരു സമീപനത്തിലാണ് ആ ഒരു ഗെയിമിനെ ഒന്ന് അനലൈസ് ചെയ്തത്. അപ്പോൾ ഓരോ ആളുകളും തിരഞ്ഞെടുത്ത ആ ഒരു മൃഗത്തെക്കുറിച്ചിട്ടും ആ ഒരു പേരുമായി അവർക്കുള്ള ബന്ധത്തെക്കുറിച്ചിട്ടൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇതിനുശേഷമാണ് പ്രധാനപ്പെട്ട ആ ഒരു ടാസ്ക്, കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും മികച്ച ടാസ്ക്, അനീഷ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ടാസ്ക്, ബാക്കിയുള്ള ആളുകൾ അടിയെ പോയ ടാസ്ക്, അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നത്. ത്യാഗം ടാസ്ക്, ആ ഒരു ത്യാഗം ടാസ്കിൽ ആദ്യത്തേത് 100 മണ്ടത്തരം കാണിച്ചത്. ഫാമിലി വീക്ക് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർ 750 പോയിന്റുകൾ ത്യജിച്ചിട്ട് അതിൻ്റെ പുറകെ പോയി. അവിടെ ലാലേട്ടൻ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ബിഗ് ബോസിനോട് ചോദിച്ചൂടെ? അതെന്താ ഇവർ ചോദിക്കാത്തത്? ശരിയാണ്, കഴിഞ്ഞ തവണയൊക്കെ, കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുന്നേ ഉള്ള സീസണിലും ഒക്കെ ഇങ്ങനെ ആളുകൾ ബിഗ് ബോസിനോട് ഡൗട്ട് ചോദിച്ചിട്ട് വെറുതെ ഇരിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസ് ചില സമയങ്ങളിൽ മടുത്തിട്ട് മറുപടി പോലും കൊടുക്കാറില്ല. ഇങ്ങനെ ബിഗ് ബോസിനെ ചോദിച്ച് വെറുപ്പിച്ച് ബിഗ് ബോസ് ഒരു ക്ലാരിറ്റി കൊടുത്തതിന് ശേഷമാണ് അവർ ഗെയിമിലേക്കൊക്കെ ഇറങ്ങിയിരുന്നത്. ഇവർക്ക് അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നുമില്ല. എന്താണോ കേട്ടത്, എന്താണോ മനസ്സിലാക്കിയത്, അടുത്ത സെക്കൻഡിൽ അവർ ആക്ഷൻ തുടങ്ങിയിരിക്കും. അപ്പോൾ അങ്ങനെ പറ്റിയൊരു മണ്ടത്തരമാണ്. ശരിക്കും അവരത് തലയിൽ കയറ്റി കഴിഞ്ഞാൽ ഇനി ബിഗ് ബോസിനോട് ചോദിച്ച് ഗെയിം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ അവരത് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് ശേഷം ആര്യൻ, ജിസേൽ, അനീഷ് എന്തുകൊണ്ട് ആ ഒരു ടാസ്ക് അക്സെപ്റ്റ് ചെയ്തില്ല? ജിസേൽ പറയുന്നത് ഒന്നാതെ നല്ല തുണിയില്ല, ഇനിയിപ്പോൾ മുടിയും കൂടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ലാലേട്ട എന്നുള്ള രീതിയിലാണ്. ആര്യൻ പറയുന്നത് അവർ 750 പോയിന്റ് ഫാമിലിക്ക് വേണ്ടി കളഞ്ഞ്, പിന്നെയാണ് 1000 പോയിന്റ് എൻ്റെ മുടിക്ക് വേണ്ടി, മുടി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നു എന്നുള്ളതൊക്കെയാണ് ആര്യൻ പറയുന്നത്. പിന്നെ ഹ്യൂമാനിറ്റി ഓൻ്റെ ഒരു ഹ്യൂമാനിറ്റി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ജിസേലിൻ്റെ ആ ഒരു ടാസ്ക് സ്വന്തമായിട്ട് അങ്ങ് ഏറ്റെടുത്താൽ പോരായിരുന്നോ? ഹ്യൂമാനിറ്റി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് 1000 പോയിന്റുകൾ കിട്ടുന്നതിന് വേണ്ടി മുടി അങ്ങോട്ട് ത്യജിക്കാൻ മേലായിരുന്നോ? അനീഷ് ഹ്യൂമാനിറ്റി കാണിക്കണം എന്നുള്ളത് പറയാനായിട്ട് ഈ ഓൻ്റെ ഹ്യൂമാനിറ്റി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അവിടെ ജിസേൽ പറഞ്ഞൊരു കാര്യം ശ്രദ്ധേയമാണ്. ജിസേലിന് അതിനകത്ത് ആത്മാർത്ഥത കാണിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, ജിസേലിന് പെട്ടിയില്ല ലാലേട്ടൻ കൊണ്ടുപോയി, റൂള് ബ്രേക്ക് ചെയ്തതുകൊണ്ട്. അപ്പം എന്ത് പോയിന്റ് കിട്ടിയാലും ജിസേലിൻ്റെ ഒന്നും അവിടുന്ന് കിട്ടാനില്ല. പിന്നെ ഉള്ളത് ഭക്ഷണം.
ജിസേൽ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ഹൗസിൽ എന്തെങ്കിലുമൊക്കെ വെജിറ്റേറിയൻ ഐറ്റംസ് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഉള്ളത് കോഫി പൗഡറാണ്. അതാണെങ്കിൽ അടിച്ചു മാറ്റി ഒളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും സുഗമമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ജിസേലിന് അതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് അവർ പറഞ്ഞ സമയത്താണ് എനിക്ക് മനസ്സിലായത്. ഇതിന് ശേഷമാണ് ആക്ച്വലി ആ ഒരു തല മുണ്ടനം ചെയ്യുന്ന ടാസ്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നത്. ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ബിഗ് ബോസ് നിങ്ങളുടെ തല മുട്ടയടിപ്പിക്കുമോ കുട്ടികളെ എന്നൊക്കെയുള്ള ചെറിയ സ്നേഹ സംഭാഷണം 1000 പോയിന്റുകളുമായിരുന്നു. പക്ഷേ ഇവർ ആ ഒരു രീതിയിലേക്ക് എത്തിയില്ല. അവരത് ആദ്യം തന്നെ ഡിനേ ചെയ്തതുകൊണ്ട് ആ ഒരു പോയിന്റുകൾ പോയി കിട്ടി. ഇതിനുശേഷം ഭൂമി കയ്യേറ്റം ടാസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ്. ആ ഒരു ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ ആത്മാർത്ഥമായിട്ട് അലമ്പുണ്ടാക്കി ചെയ്തു, എന്തൊക്കെയോ ചെയ്തു. നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ഫിസിക്കൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി, ശാരിക അതിലേക്ക് തമ്മിൽ ആടി, മൊത്തത്തിലടി. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടി കഴിഞ്ഞപ്പോഴത്തേന് ഇവർ കംപ്ലീറ്റ്ലി അതൊക്കെ മറന്നു. ഇപ്പം നേരത്തേക്കാണെന്നുണ്ടെങ്കിൽ കരച്ചിലും പിഴിച്ചിലും ഒക്കെ അല്ലേ, ഇവിടെ കരഞ്ഞോണ്ടൊക്കെയാണ് പല ആളുകളും അടി ഉണ്ടാക്കുന്നത്. കരച്ചിലും കൂച്ചയും വേദനയൊക്കെ ഉണ്ട്, പല മുറിവുകളൊക്കെ ഉണ്ട്. ജിസയിൽ മുറിവുകളൊക്കെ കാണിക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തി ലാലേട്ടൻ അത് വേണ്ട എന്ന് പറഞ്ഞു. ഇതിനുശേഷം സരികയും ശാരികയും തമ്മിലുള്ള ഒരു ഹോട്ട് സീറ്റ് ഇഷ്യൂ, അതിനെക്കുറിച്ചിട്ടൊരു ഒരു ചെറിയ ചോദ്യം ഉണ്ടായിരുന്നു. ഈ വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്ത് വെച്ചതല്ലേ എന്നുള്ള ഒരു മൂഡിലാണ്, അനാവശ്യമായിട്ടുള്ള ഒരു പണി ചോദിച്ച് വാങ്ങിയതല്ലേ ഒരു മൂഡിലാണ് ലാലേട്ടൻ സരികയോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇതിനുശേഷം സ്റ്റോർ റൂമിൽ ഒരു മണി അടിക്കുന്നു. ഇത്തവണ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു എവിക്ഷൻ പ്രൊസീജിയറാണ്. ഈ മണി അടിച്ചത് കേട്ട സമയത്ത്, സരിക അതിലേക്ക് പോയ സമയത്ത്, തിരിച്ച് വരാതിരിക്കുന്ന സമയത്ത് തന്നെ ജിസയിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു സരിക എവിക്റ്റായിപ്പോയി. അവിടെ നിന്ന് യാത്ര പറയാൻ പോലും അവസരം കൊടുക്കാതെ, ആ ഒരു നാടകീയ രംഗങ്ങൾക്കൊന്നും ഒരു സാധ്യതയും കൊടുക്കാതെ നേരിട്ട് ആ ഒരു പാവം സരികനെ റൂമിൽ നിന്ന് കണ്ണ് കെട്ടി കൊണ്ടുപോവുകയാണ് ലാലേട്ടൻ്റെ അടുത്തേക്ക്. സരിക ചിരിച്ച് ഹാപ്പി ആയിട്ട് സ്റ്റേജിലേക്ക് വരുന്നു. അവിടെ നിന്നിട്ട് ഹൗസ് മേറ്റ്സിനൊക്കെ ടാറ്റ പറയുന്നു. വന്നത് മുതലുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഒന്ന് കാണുന്നു. ആദില, അക്ബർ എന്നിവരെ കാര്യമായിട്ട് തന്നെ മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സരിക പോകുന്നത്. അനുവും ശൈത്യയുമൊക്കെ ഇരുന്നിട്ട് വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. പനിശരത്തിനെ കുറിച്ചല്ലേ പറഞ്ഞത്. സരിക പോയ സമയത്ത് പറയുകയാണ് വീട്ടിൽ ചെന്ന് രശ്മിയെ കാണണം എന്നുള്ളത്. നേരത്തെ പറഞ്ഞാണെന്ന് കേട്ടത്. അങ്ങനെയൊക്കെ നേരത്തെയൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പോകും എന്നവർ പ്രതീക്ഷിച്ചിരുന്നല്ലോ. അങ്ങനെയൊക്കെ പറയാമോ? ആ ഒരു പാവമായതുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഈ ആഴ്ച നമ്മുടെ ഗെയിമേഴ്സൊക്കെ പ്ലാൻ ചെയ്യുന്നത് എന്നറിയാനായിട്ട് വലിയ ആകാംക്ഷയുണ്ട്. എങ്ങനെ കളിക്കും? കാരണം കളി മാറി. നമ്മുടെ ആര്യനൊക്കെ കുറച്ചും കൂടെ ഒരു റോങ് സെറ്റപ്പിലേക്ക് അങ്ങോട്ട് പോയി. കാരണം ആര്യന് മനസ്സിലായി മൊത്തത്തിൽ നെഗറ്റീവാണ്. ഇനിയിപ്പോൾ പഴയ ഒരു ക്യൂട്ടി പയ്യൻ പരിപാടി പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ ആദ്യഘട്ടത്തിൽ ആ ഒരു മിടുക്കൻ പയ്യൻ സാധനം എടുത്ത് നന്നായിട്ട് ഇടുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയൊക്കെ പരിപാടി കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആര്യൻ ഇനിയിപ്പം ഒരു 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 കളിയായിരിക്കും കളിക്കുന്നത്. ആ കളി കാണാനായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.